ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷ്യാമയുടെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷ്യാമയെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഷ്യാമയ്ക്ക് റെക്കോർഡിങ് ചെയ്ത ആ പോർഷൻ കേൾപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഷ്യാമ അവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ടിയാൽ എന്താ, ഞങ്ങൾക്ക് കിട്ടിയൊരു മുത്തിനെയാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യണം, അത് കേൾപ്പിച്ച് കൊടുക്കാനായിട്ട് മുമ്പ് ഷ്യാമയോട് പറയുന്നുണ്ട്, മാഡം ഞങ്ങൾ ആദ്യമായിട്ടാണ് റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശ്യാം അത് വെച്ച് കേൾപ്പിക്കാൻ പറയുന്ന സമയത്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്തത് കേൾപ്പിക്കുന്നുണ്ട്. ശ്യാം അത് നന്നായി കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പറയുന്നുണ്ട്, ഈ കുട്ടി ആദ്യമായിട്ടാണോ പാടുന്നതെന്ന് ചോദിച്ചാൽ പറയും, അതേ ആദ്യമായിട്ട് പാടുന്നതെന്നാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഏകദേശം ശ്യാമ മാഡത്തിൻ്റെ സൗണ്ട് പോലെ ഉണ്ടെന്നിങ്ങനെ അവർ പറയുമ്പോൾ എൻ്റെ സൗണ്ട് അശ്വതിയും പറയുന്നുണ്ട്. അപ്പോൾ സൗണ്ട് മാത്രമല്ല ശ്യാമ മാഡത്തിൻ്റെ രൂപം ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും ശ്യാമ ഞെട്ടിത്തെറിച്ച് കസേരയിൽ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അയാളോട് ചോദിക്കുമ്പോൾ പറയും, ശ്രീ പറയുന്നുണ്ട്, സോറി മാഡം, ഞാനത് ഇവിടെ പറയാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ശ്യാമ മാഡത്തിൻ്റെ മുഖച്ചായ ഉണ്ട് ആ കൊച്ചിനെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്യാമ പറഞ്ഞു, ശ്രീ എനിക്ക് കാണാൻ കൊച്ചു പോയെന്നിങ്ങനെ നോക്കാൻ പറയുന്നുണ്ട്. ആകെ വിഷമിച്ചിട്ട് അപ്പോൾ അശ്വതി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീയുടെ കൂടെ അശ്വതിയും ശ്യാമയും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് രാധികയെ അന്വേഷിച്ചിട്ട്. ശ്രീയും ശ്യാമയും അശ്വതിയൊക്കെ ഓടി എത്തുമ്പോഴേക്കും രാധികയും വിനയപ്രസാദും അവരുടെ പിയും കൂടി കാറിൽ കയറി പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്യാമാകെ ആവശ്യതയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അശ്വതിയെ നിൽക്കുന്നുണ്ട്. അവർ പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രീ പറയുന്നുണ്ട്, ശ്രീ അവർ നമ്പർ തന്നിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ വിനയപ്രസാദിനെ ശ്രീ വിളിച്ച് നോക്കുന്നുണ്ട്. പറയും, കിട്ടുന്നില്ല മാഡം, ഡബ്ബിങ്ങിന് ചിലപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും എന്ന് പറയും. അപ്പോൾ ശ്യാമോട് പറഞ്ഞു, മാഡത്തിന് അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. മാഡം ടെൻഷൻ ആവണ്ടായെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ പറഞ്ഞു, മാഡം ശരിയായോ, പാട്ട് പാടാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ ശ്രീ അങ്ങോട്ട് പോയിക്കും, ഞാനിപ്പോൾ വരാമെന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ അശ്വതി പറയുന്നുണ്ട്, അടുത്തെത്തിയിട്ട് ഒന്ന് കാണാൻ പോലും വിധിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് തന്നെ, അടുത്തെത്തിയിട്ട് ഒന്ന് കാണാൻ പോലും സംഭവിച്ചില്ല. എല്ലാവരും കാണുമ്പോൾ പറയും ശ്യാമ മാഡത്തിനെ പോലെയാണ്, ശ്യാമ മാഡത്തിനെ പോകേണ്ടത്. ഇപ്പോൾ സ്റ്റുഡിയോ വരെ വന്ന് എൻ്റെ കൂടെ പാടിയിട്ട് പോയിരിക്കുന്നു, എന്നിട്ടും അവർ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് അതിനും യോഗമുണ്ടാകുന്നുണ്ട്. അതെന്താ പറയുക, തലവിധിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വതി പറയുന്നുണ്ട്, മനസ്സ് വിഷമിപ്പിക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും കൂട്ടിച്ചേർക്കാൻ തന്നെയാണ് ദൈവത്തിൻ്റെ വിധി, അതിനിടയിൽ ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്യാമ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ വേറെ പയ്യനും കൂടി പറയുന്നുണ്ട്, ശ്യാമ മാഡം ആ കൊച്ച് പാടിയ പാട്ട് കേട്ട് പിന്നെ അപ്സെറ്റാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ പയ്യൻ പറയുന്നുണ്ട്, അത് അവർ പാട്ട് പാടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിന് ടച്ച് ചെയ്തിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്യാമ പാടുന്ന ഒരു പാട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്യാമ അതിഗംഭീരമായി പാടുന്നുണ്ട്. മകളെ മനസ്സിൽ കുറിച്ച് ആലോചിച്ചിട്ടും രാധികയെ ഒരേ സ്ഥലത്ത് വെച്ച് കണ്ട ഭാഗങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ശ്യാമ പാടുന്നത്. ശ്യാമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. പാടിക്കഴിയുമ്പോൾ തന്നെ ശ്യാമ പൊട്ടിക്കരയുന്നുണ്ട്. ഇതിനിടയിൽ ഡയറക്ടർമാരും അസിസ്റ്റൻ്റ് എല്ലാവരും കൂടി എണീറ്റ് നിന്ന് കൈയടിക്കുന്ന അതിസൂപ്പറായി എന്നിങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ പാടി കഴിഞ്ഞ് റെക്കോർഡിങ് സ്റ്റുഡിയോ തുറന്ന് പുറത്തേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അശ്വതിയോട് പറയുന്നുണ്ട്, കുടിക്കാൻ വെള്ളം വേണമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അശ്വതി വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രീയോട് പറയുന്നുണ്ട്, ശ്രീ ഞാൻ മനസ്സുകൊണ്ട് കുറേ നാൾക്ക് ശേഷം പാടി തീർത്തൊരു പാട്ടാണ്, നമുക്കിത് മുഴുവൻ കേട്ടാലോ എന്നിങ്ങനെ ശ്രീയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ ശരി വേണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ആ പാട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ശ്യാമയ്ക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമ വീണ്ടും രാധികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ മുമ്പിൽ നിന്ന് ഒരുപാട് വിഷമത്തോടുകൂടി ശ്യാമ എണീറ്റ് പോകുന്നുണ്ട്. കൂടെ അശ്വതി മണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി പരിഭ്രമിച്ച് എണീക്കുന്നുണ്ട്. ശ്രീയുടെ കൂടെ കുഴപ്പമായോ എന്നിങ്ങനെ പറയുമ്പോൾ പറയില്ല, ശ്യാമ മനസ്സിൽ തട്ടി പാടിയതാണെന്നിങ്ങനെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഡയറക്ടർ പറയുന്നുണ്ട്, നമുക്കിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണം, കുറേ നാൾക്ക് ശേഷമല്ലേ ഇങ്ങനെ അവർ മനസ്സറിഞ്ഞ് പാടുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഓക്കെ മാഡം, നമുക്കത് നോക്കാമെന്നിങ്ങനെ ശ്രീ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്യാമ വീണ്ടും പൊട്ടിക്കരഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ശ്യാമ ഇരുന്നിട്ട് ഭയങ്കര വിഷമം പണ്ട് ആദ്യമൊക്കെ മുമ്പ് ദൂരെ നിർത്തിയിട്ട് ദൈവം കളിപ്പിച്ചിരുന്നു, ഇപ്പോൾ അടുത്ത് നിർത്തിയിട്ട് ദൈവം ഞങ്ങളെ കളിപ്പിക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോയപ്പോൾ ദൈവം ഇപ്പോൾ എൻ്റെ എഴുത്ത് കൊണ്ട് നിർത്തി ഒരു സ്റ്റുഡിയോയിൽ ഒരു അമ്മയ്ക്കും മോൾക്കുള്ള പാട്ട് ഞാൻ എൻ്റെ മോളുമായിട്ട് പാടി, അമ്മയ്ക്കും മോൾക്കുള്ള ആ പാട്ട്, എന്നിട്ട് പോലും എന്നെ കാണാൻ സമ്മതിച്ചില്ല, ദൈവത്തിൻ്റെ ഒരു കളികൾ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട്. അശ്വതി പറയുന്നുണ്ട്, വിഷമിക്കല്ലേ ശ്യാമേ, എപ്പോഴെങ്കിലുമൊക്കെ നിനക്കത് നിൻ്റെ അടുത്ത് എത്തിയില്ലേ, പിന്നെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പ്രസാദ് മാഡത്തിൻ്റെ എഴുത്താണല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെയായാലും അവരെ വിളിച്ച് ചോദിക്കാമെന്നൊക്കെ ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അശ്വതി പറയുന്നുണ്ട്,
ഈ പാട്ട് റിലീസാവുന്നത് വരെയുള്ളൂ നിങ്ങൾ കണ്ടുമുട്ടാതിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുമുട്ടും. വലിയൊരു വേദി സദസ്സ് സാക്ഷിയായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കണ്ടുമുട്ടാം. അങ്ങനെ സാധിക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ, അങ്ങനെ സാധിക്കട്ടെ എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അശ്വതി ഓരോന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമ പറയുന്നുണ്ട്, പുറത്ത് ഞാൻ കരയാണ്, ഉള്ളിൽ ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ മോൾ എന്നെ പോലെ പാട്ടുകാരിയും പാട്ടും പാടുന്നുണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണേ കനിയേ എന്നുള്ള ഒരു പാട്ട് ഇങ്ങനെ അവളും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വരി ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ കാണിക്കുന്നത് വരുണിൻ്റെ വീടാണ്. വരുണിൻ്റെ വീട്ടിൽ ബിജു ഇങ്ങനെ കാറിങ്ങനെ കഴുകുന്നുണ്ട്. അപ്പോൾ സോണിയ അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ സോണിയ വന്നിട്ട് ബിജുവിനോട് ചോദിക്കുന്നുണ്ട്. ബിജു ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഹെൽത്തിൽ നിന്ന് വരുന്നതാണ്, സെൻസസ് എടുക്കാൻ വരുന്നതാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അതൊരു മാസം മുമ്പ് കഴിഞ്ഞല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് 1 മാസം മുമ്പ് കഴിഞ്ഞു, പക്ഷേ അതിന് ശേഷം പുതിയ മെമ്പർമാർ വന്നിട്ടുണ്ട് വീട്ടുകളിൽ. പിന്നെ കല്യാണം കഴിച്ച് പോയവരും പിന്നെ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ ആയിട്ട് മെമ്പർ കൂടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ സെൻസസ് എടുക്കാൻ വന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബിജു പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയാണ്, പ്രിയങ്ക എന്നാണ് പേരെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സോണിയ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയെ വിളിക്കാനായി ബിജു പോകുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയെ വിളിച്ച് വരുമ്പോൾ സോണിയ ഇങ്ങനെ ശ്യാമയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് പ്രിയങ്കയെ നോക്കുമ്പോൾ ആകെ വ്യത്യാസം, എന്തൊരു ഡൗട്ട് പോലെ തോന്നുന്നു, ഒരു പരിഭ്രമം പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക പോയി ചോദിക്കും ആരാന്ന് സെൻസസ് എടുക്കാൻ വന്നത്, എന്താ പേരെന്ന് ചോദിക്കുന്നുണ്ട്. ദേവനാരായണ നമ്പൂതിരിയുടെ മകളല്ലേ, ദേവനാരായണ നമ്പൂതിരിക്ക് മകളായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സോണിയ പറയുന്നുണ്ട് അയ്യോ കുട്ടിയെ ആദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു മുഖവ്യത്യാസം. അപ്പോൾ പറയും ഇതൊക്കെ സെൻസസിൽ പെടുന്നുണ്ടോ, നിങ്ങൾ ആരാ, നിങ്ങളുടെ ജോലി തന്നെയാണോ, നിങ്ങൾക്ക് എന്താ മുഖത്തൊരു പരിഭ്രമം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രിയങ്ക. അപ്പോൾ സോണിയ പറയുന്നുണ്ട് എനിക്കൊരു പരിഭ്രമമില്ല, ഞാൻ സെൻസസ് എടുക്കാൻ വന്നാണ്, എനിക്ക് എന്തിനെ പരിഭ്രമിക്കേണ്ട ആവശ്യമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സോണിയ നിരാശയോടുകൂടി മടങ്ങുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ബിജുവിനോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം, ശരിക്കും ചോദ്യം ചെയ്തിട്ട് വേണം പുറത്തേക്ക് വിടാം എന്നൊക്കെ ബിജുവിനോട് പറയുന്നുണ്ട് പ്രിയങ്ക. അങ്ങനെ സോണിയ കുറച്ചിങ്ങോട്ട് വന്നിട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ ഐശ്വര്യയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഐശ്വര്യയോട് പറയുന്നുണ്ട് ഞാൻ ദേവനാരായണ നമ്പൂതിരിയുടെ മകളെ കണ്ടും പ്രിയങ്കയെ കണ്ടു എന്നിങ്ങനെ പറയുമ്പോൾ ഐശ്വര്യ ഭയങ്കര സന്തോഷവതിയായിട്ട് പറയുന്നുണ്ട് അതെ നീ ഇങ്ങോട്ട് വേഗം പോകുന്നത്, നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്, എന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സോണിയ പറയുന്നുണ്ട് എനിക്ക് അതല്ല മാഡം ഒരു കാര്യം പറയാനുണ്ടെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സോണിയയെ സംസാരിക്കാനായി അനുവദിക്കാതെ ഐശ്വര്യ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധികയെ വിനയപ്രസാദ് ഒരു റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയും ഇവിടെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന കരുതിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധിക വേണ്ട മാഡത്തിന് പോകാനുള്ളതല്ലേ, അപ്പോൾ വീട്ടിലേക്ക് വന്നാൽ വഴുകും, ഫ്ലൈറ്റിനുള്ള ടൈമായില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിനയപ്രസാദ് പറഞ്ഞത് നിൻ്റെ ഭാഗ്യമാണ്, നിൻ്റെ നല്ല സമയം എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ രാധിക വിനയപ്രസാദിനോട് പറയുന്നുണ്ട് മാഡം കാരണമാണ് എനിക്ക് ഇത്രയും നല്ലൊരു ഭാവി കിട്ടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മാഡം കാരണമാണ് എനിക്ക് ഇത്രയും നല്ലൊരു കാര്യങ്ങളൊക്കെ വന്നത്, അച്ഛൻ്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് എനിക്ക് അച്ഛൻ്റെ കയ്യിൽ ഇത് കൊടുക്കണം, അച്ഛൻ്റെ ഇത് സന്തോഷമാവും കേൾക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് പറഞ്ഞത് നിൻ്റെ നല്ല ഭാവി തെളിഞ്ഞു തുടങ്ങി, നിനക്ക് നല്ലൊരു അവിടെയുള്ള ഡയറക്ടർമാർ പറഞ്ഞത് കേട്ടില്ലേ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നൊക്കെ, അവരുടെ കയ്യിലാണ് നിന്നെ കേട്ടിട്ടുള്ളത്, അവർ നിന്നെ ഉയർത്തിക്കോളും എന്നൊക്കെ വിനയപ്രസാദ് പറഞ്ഞു. എനിക്ക് ഹൈദരാബാദിന് പോകാനുള്ള ടൈമായി എന്നൊക്കെ രാധികയോട് പറയുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് പറഞ്ഞു നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഓടിയത്ത് എനിക്ക് കാണാൻ തോന്നിയാലും ഓടിയത്ത് നീ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് രാധിക പറയുന്നുണ്ട് ഇത്രയും വലിയൊരാളെ എന്നെ കാണുക സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു ഭാഗ്യമാണെന്നിങ്ങനെ പറയും. ഭാഗ്യം കൊണ്ടല്ല നിൻ്റെ കഴിവ് കൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ അടുത്ത് കൂടിയെന്നൊക്കെ, ഞാൻ നിന്നോട് ഇങ്ങനെ അടുത്ത് നിൽക്കണത് നിൻ്റെ കഴിവ് കൊണ്ടേയിരിക്കും, ദൈവം നമ്മളെ ഒന്നിപ്പിച്ചെന്നൊക്കെ വിനയപ്രസാദ് പറയുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് രാധിക സംസാരിക്കുന്ന സമയത്ത് പിയയുടെ കയ്യിലൊരു ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരം വരാറുള്ള ഒരു നമ്പറാണെന്ന് ഇങ്ങനെ പറയുന്നത്. ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്ന ബ്ലോക്ക് ചെയ്യേണ്ടത് അവർക്ക് വിഷമമാവും, കിട്ടത്തില്ലെങ്കിൽ എടുത്തില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്യാമ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയും എന്താ കട്ട് ചെയ്യുന്നത്, വീണ്ടും തടസ്സങ്ങളാവുകയാണല്ലോ എന്നിങ്ങനെ ശ്യാമ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് പറയും നിൻ്റെ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്, ശ്യാമ മാഡത്തിനെ കാണാനുള്ള നിൻ്റെ സങ്കടം അതെന്നായാലും നിനക്ക് ഞാൻ എത്രയും പെട്ടെന്ന് അത് കാണിച്ചു തരും, അത് വലിയൊരു വേദിയിൽ വെച്ചായിരിക്കുമൊക്കെ ഇങ്ങനെ വിനയപ്രസാദ് രാധികയോട് പറയുന്നുണ്ട്. എന്നിട്ട് രാധികയോട് യാത്ര പറഞ്ഞ് വിനയപ്രസാദ് പോകുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് രാധികയോട് യാത്ര പറഞ്ഞാൽ പോകുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.